Hi, welcome back. And this is part two of the PYQ discussion from 2023 question paper. ഇത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഇൻ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു പോസ്റ്റിലേക്കുള്ള 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 17ാമത്തത് മുതൽ നമുക്ക് ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ 17ാമത്തെ ചോദ്യം ഇതാണ്: ദ ഡാഷ്. അപ്പൊ ഈ ഡാഷിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒരെണ്ണം എടുത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ ക്വിക്ക് ആയിട്ട് ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ആ ബാക്കി വായിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയതുകൊണ്ട് ഓപ്ഷൻസ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഓപ്ഷൻ എ, വിൻഡോസ് സെക്യൂരിറ്റി എസെൻഷ്യൽസ്. ഓപ്ഷൻ ബി, വിൻഡോസ് ഫയർവാൾ. അതോ വിൻഡോസ് ആപ്പ് ബ്ലോക്കർ. അതോ വിൻഡോസ് 10 ആണോ? അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇവിടെ ഉചിതമായിട്ട് വരിക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോ ഡാഷ് is a security app by Microsoft. അപ്പൊ ഇവിടെ ഏതാണ് മൈക്രോസോഫ്റ്റിന്റെ ഒരു സെക്യൂരിറ്റി ആപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, സെക്യൂരിറ്റി എസെൻഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ആപ്പ് അല്ല. വിൻഡോസ് ഫയർവാൾ, ഓക്കെ, അത് ഒരുപക്ഷെ ഒരു ആപ്പാണ്. വിൻഡോസ് ആപ്പ് ബ്ലോക്കർ, അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അതും ഒരു ആപ്പാണ്. വിൻഡോസ് 10 എന്തായിരുന്നാലും ഒരു സെക്യൂരിറ്റി ആപ്പ് അല്ല, അല്ലെ? അത് വിൻഡോസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോ the Dash is a security app by Microsoft which was built into Windows OS. അപ്പൊ വിൻഡോസ് OSൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആപ്പ് that is designed to filter network data from your Windows system and block harmful communications or the programs which are initiating them. ഇതാണ് ചോദ്യം. അപ്പോ ഇവിടെ എന്താണ്? സെക്യൂരിറ്റി എസെൻഷ്യൽസ് അല്ല, വിൻഡോസ് ഫയർവാളിന്റെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ഇവിടെ ആപ്സ് ബ്ലോക്ക് ചെയ്യുന്ന സംഗതിയോ അല്ല ഇവിടെ ഈ പറയുന്നത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? വിൻഡോസ് OSൽ ബിൽറ്റ് ഇൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്തിനാ? ആ നെറ്റ്വർക്ക് ഡേറ്റ ഫിൽട്ടർ ചെയ്യുക ഫ്രം യുവർ വിൻഡോസ് സിസ്റ്റംസ് ആൻഡ് ഹാംഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസ് വിച്ച് ആർ ഇനിഷ്യേറ്റിംഗ് ദം. അപ്പം ബേസിക്കലി ഹാംഫുൾ ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ബ്ലോക്ക് ചെയ്യുക. അത് വിൻഡോസ് ഫയർവാൾ ആണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ വിൻഡോസ് ഫയർവാൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻകമിംഗ് നെറ്റ്വർക്കും ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കും അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി റൂൾസ് അനുസരിച്ച് അത് കൺട്രോൾ ചെയ്ത് പോകും, അല്ലെ? അപ്പോ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സസ് അല്ലെങ്കിൽ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരെയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ജോലി. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Now let us look at question number 18. The gutter margin refers to, okay, apo is it a margin that is added to the left margin when printing? Okay, print ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്ന ഒരു മാർജിൻ ആണോ ഈ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്? മാർജിൻ that is added to the right margin when printing and margin that is added to the binding side of the page when printing, or margin that is added to the outside of the page when printing. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പായി, അല്ലെ? ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു തരം മാർജിൻ ആണ്. ഓപ്ഷൻ സി, മാർജിൻ ദാറ്റ് ഇസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ്. നമുക്ക് പേജ് ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മാർജിൻ അവിടെ വെക്കുമല്ലോ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത്. ആ സൈഡിൽ ആഡ് ചെയ്യുന്നതിനെയാണ് ഗട്ടർ മാർജിൻ എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ഗട്ടർ മാർജിൻ എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? അതായത് ആ ഒരു പേജസ് ബൈൻഡ് ചെയ്യുന്ന സമയത്ത്, ബുക്ക് ബൈൻഡ് പ്രിന്റ് ചെയ്ത ഒരു ബുക്കാക്കി ബൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ പേജസ് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ അത് ആ ഒരു ബൈൻഡിങ്ങിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബൈൻഡിങ്ങിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് വായിക്കണമെങ്കിൽ നമ്മൾ ബൈൻഡിങ് വലിച്ച് ഇളക്കി ഇങ്ങനെ വായിക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗട്ടർ മാർജിൻ അവിടെ ആഡ് ചെയ്യുന്നത്. സാധാരണ ബുക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റ് പ്രത്യേകിച്ചും ആ ഒരു ഡബിൾ സൈഡിലൊക്കെ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഫ്രണ്ടും ബാക്കും പ്രിന്റ് ചെയ്യുന്നൊക്കെ ആ ഒരു അവസരത്തിൽ ഇത് വളരെ കോമൺ ആണ്, പ്രത്യേകിച്ചും ബുക്സിനും ഡോക്യുമെന്റ്സും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. റൈറ്റ്. Now let us move on to question number. അപ്പൊ ഇത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. Now let's move on to number 19. An example of email utility. ഇമെയിൽ യൂട്ടിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ എന്താണ്? വേർഡ് ആണോ, ഔട്ട്ലുക്ക് ആണോ, എക്സ്പ്ലോറർ ആണോ, അതോ എക്സൽ ആണോ? വെൽ, ഇവിടെ ഓപ്ഷൻ ബി ഔട്ട്ലുക്ക് ഈസ് ദ റൈറ്റ് ആൻസർ.
ഔട്ട്ലുക്ക് ബേസിക്കലി എന്താണ്? ഔട്ട്ലുക്ക് ഒരു ഇമെയിൽ ക്ലയന്റ് ആണ്. അതിന് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന? ഇമെയിൽ അയക്കുന്നതിന്, ഇമെയിൽ റിസീവ് ചെയ്യുന്നതിന്, ആൻഡ് ബേസിക്കലി നമുക്ക് ഇമെയിൽസ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഔട്ട്ലുക്ക്. അതുകൊണ്ടാണ് അതിനെ ഇമെയിലിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വേർഡ് പ്രോസസ്സിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലോറർ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ വേർഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേർഡ് പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എക്സ്പ്ലോറർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫയൽസ് ബ്രൗസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പ്ലോറർ ഉപയോഗിക്കുന്നത്, അല്ലേ? ആൻഡ് എക്സൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ്സ് തന്നെയാണ്. ഇതൊന്നും ഇമെയിൽ യൂട്ടിലിറ്റീസ് അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. അപ്പൊ ഇവിടെ സ്പ്രെഡ്ഷീറ്റ്സിനെ കുറിച്ച് ഒരു സംഗതിയാണ്. അപ്പൊ സ്പ്രെഡ്ഷീറ്റ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോ ക്യാൻ ദേ ഡു കാൽക്കുലേഷൻസ്? യെസ്, സ്പ്രെഡ്ഷീറ്റ്സിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം, അല്ലെ? ഫോർമുലാസ് ആഡ് ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ സ്പ്രെഡ്ഷീറ്റില്? യെസ്, നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും സാധിക്കും. ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ സ്പ്രെഡ്ഷീറ്റ്സ് ഉപയോഗിച്ച്? ആൻഡ് ചാർട്ട് പ്ലോട്ട് ചെയ്യാനായിട്ട് കഴിയും? യെസ്, നമുക്ക് ചാർട്ടും പ്ലോട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇത് മൂന്നും സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെന്ന് ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ കഴിയാത്തത് ഇതാണ്, അല്ലെ? അപ്പൊ സ്പ്രെഡ്ഷീറ്റ്സ് സ്പെസിഫിക്കലി അല്ലെങ്കിൽ ബേസിക്കലി എക്സൽ പോലെയുള്ളത് നമ്മൾ ഉപയോഗിച്ചാൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിയും, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ കഴിയും, ചാർട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കില്ല. അതായത് ഡ്രോയിങ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് എഡിറ്റിംഗ്, അതൊക്കെയാണല്ലോ ഗ്രാഫിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പ്രെഡ്ഷീറ്റ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ഓക്കെ, അടുത്ത ചോദ്യം 21. അപ്പൊ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡെപ്ത്, ആ ഒരു ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നോക്ക്. സ്പ്രെഡ്ഷീറ്റിന്റെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു ചോദ്യം, അല്ലെ? 19ാമത്തെ ചോദ്യം നോക്കിയേ, ഇമെയിലിന്റെ ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? 18ാമത്തെ ചോദ്യം ചോദിച്ചേ, അതും ശരിക്കും എന്താ പറയണ്ടേ, പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക്കലി വേർഡ് ഡോക്യുമെന്റിന് നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റിങ്ങിനെ കുറിച്ച് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 17ാമത്തെ ചോദ്യം നോക്കിയേ, ആ ഒരു എന്താ പറയേണ്ടത്, ഫയർവാൾ എന്താണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആണ് ശരിക്കും ഇവിടെ ഈ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ നോക്കുക, ഒരുപാടധികം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ ഡീപ്പ് ഡൈവ് ചെയ്തുള്ള ചോദ്യങ്ങളല്ല ഇതൊന്നും വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ആ ഒരു ബേസിക് നോളജ് തന്നെ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്ത് പോകാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഇതുവരെ നമ്മൾ നോക്കിയത്, അല്ലെ? അതേപോലെ തന്നെയാണ് ചോദ്യം 21. അപ്പൊ 21 പറയുന്നത് എന്താ? SI യൂണിറ്റ് ഫോർ ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? ലക്സ് ആണോ, കാൻഡില ആണോ, ഡയോപ്ട്രെ ആണോ, അതോ ജൂൾസ് പെർ മിനിറ്റ് ഓ പെർ മീറ്റർ? എന്താണ്? ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. എന്താണ് ലക്സ്? ലക്സ് ഇലുമിനൻസിന്റെ SI യൂണിറ്റ് ആണ്. ഡയോപ്ട്രയോ ലെൻസിന്റെ പവർ ആണ് ഡയോപ്ട്രെ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെ? ആൻഡ് ജൂൾസ് പെർ മീറ്ററോ? ജൂൾസ് പെർ മീറ്റർ ഇവിടെ ഇറലവന്റ് ആണ്. പക്ഷെ ജൂൾസ് പെർ മീറ്റർ യൂഷ്വലി ദാറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് ജൂൾസ് പെർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കാൻഡില അല്ലെങ്കിൽ CD എന്ന് ഷോർട്ട് ആക്കി അതിനെ എഴുതാം, കാൻഡില ഓർ CD. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പോ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ ആ ഒരു SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇസ് കാൻഡില, റൈറ്റ്? ഇനി അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 22 ആക്ച്വലി ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഒരു ഫൈനൽ ആൻസർ കീ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ദിസ് ക്വസ്റ്റ്യൻ വാസ് ഡിലീറ്റഡ്. അപ്പൊ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യനിൽ ദർ വാസ് സം ഡിസ്ക്രിപ്പൻസി, അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോയത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, എന്താണ് ഈ ഒരു ചോദ്യത്തിൽ ബേസിക്കലി വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ദ മാസ് ഓഫ് എൻ ഓബ്ജെക്ട് ഇസ് മെഷേർഡ് ടു ബി 4.237 grams. അപ്പൊ അതിന്റെ മാസ് 4.237 grams ആണ്. ആൻഡ് അതിന്റെ വോള്യൂം ഇസ് നോൺ ടു ബി 2.51 centimeter cube. അപ്പോ ഇവിടെ നമുക്ക് അതിന്റെ മാസ് ഉണ്ട്, അതിന്റെ വോള്യൂം ഉണ്ട്. വോള്യൂം എത്രയാ? 2.51 centimeter അല്ലെ cubic centimeter. Now considering the rule for number of significant figures,
ഇൻ ദ റിസൾട്ട് ഓഫ് എ കാൽക്കുലേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് റൂൾ ആണ് നോക്കേണ്ടത്? റൂൾ ഫോർ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷന്റെ റിസൾട്ടില് ഓക്കെ, ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇസ് കറക്റ്റ്ലി എക്സ്പ്രസ്ഡ് ആസ്. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. ഓക്കെ, അപ്പോ ആൻസർ ഇവിടെ കൊടുത്തേക്കുന്നത് 1.69 1.688 gram centimeter cube or 1.6880 gram centimeter raised to -3. ഇവിടെ raised to -3 ക്യൂബ് അല്ല. ഓക്കെ, 1.7 gram cm raised to -3. അതാണ് 4 ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് മാസ് ഇവിടെ കൊടുത്തേക്കുന്നത്? എത്ര? 4.237 ഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ 4 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഇതിനകത്തുണ്ട്, നമുക്കത് കാണാം അല്ലെ. 4 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഇതിനകത്തുണ്ട്. വോളിയം കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? 2.51 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ അതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 251 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഡെൻസിറ്റി മാസ് ഡിവൈഡഡ് ബൈ വോളിയം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെൻസിറ്റി അവിടെ കിട്ടും. അപ്പൊ 4.237 divided by 2.51 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഗ്രാം ദിസ് സെന്റിമീറ്റർ ക്യൂബ്. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക 1.688048 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന ആൻസർ അവിടെ നമുക്ക് കിട്ടണം. ഇനി ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അത് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യണം. കാരണം വോളിയത്തിന് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡെൻസിറ്റി 1.69 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആയിട്ട് നമുക്ക് കാണാം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? 1.69 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നെ നമുക്ക് ഇതിനെ കിട്ടണം അല്ലെ, ഈ ഓപ്ഷൻ എയിലും. അപ്പോ നമ്മൾ എപ്പോഴും ആ ഒരു സയന്റിഫിക് വാല്യൂ യൂണിറ്റ്സ് ഇല്ലാതെ എഴുതുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ്, അതേപോലെ ടെക്നിക്കലി ഇൻകറക്റ്റ് ആണ് നമ്മൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ റെഫർ ചെയ്യുമ്പോൾ. അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ യൂണിറ്റ്സും അവിടെ ഉണ്ടാകണം. പ്രത്യേകിച്ചും അതിന്റെ ആ ഒരു ഫൈനൽ ആൻസറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ഫിസിക്സിലായിരുന്നാലും എഞ്ചിനീയറിംഗ് കോണ്ടെക്സ്റ്റിലായിരുന്നാലും അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഈ ഓപ്ഷൻ എ കറക്റ്റ് അല്ലാതെ ആകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഓപ്ഷൻ എ എപ്പോഴും കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്തുമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു ചോദ്യത്തെ ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് അവിടെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ആക്ച്വലി 1.69 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയിരുന്നെങ്കിൽ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ വന്നേനെ. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ക്വിക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ആ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് നമ്മൾ എത്തുക? ഇവിടെ ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഡിവിഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ അത് എന്താ പറയേണ്ടത്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഡെൻസിറ്റി ഓഫ് ദ ഓബ്ജക്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ വി ഹാവ് യൂസ്ഡ് ഡിവിഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആകുമ്പോഴേക്കും ആ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഫിഗേഴ്സ് ആസ് മെഷേർഡ് വിത്ത് the value that has the fewest significant figures. അപ്പൊ ഇവിടെ ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും ഫ്യൂ ഏതാണ് അല്ലെങ്കിൽ ചെറുത് ഏതാണ്? ഫ്യൂവസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒന്നിലധികം വാല്യൂസ് ഒരു പക്ഷേ കാൽക്കുലേഷനിൽ വരാം അല്ലെ. അപ്പോ ഇവിടെ 4.237 എന്ന് പറയുന്നതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ആൻഡ് 2.51 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസറിലും 3 തന്നെയായിരിക്കണം വരേണ്ടത്. അതാണ് ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി 3 ഫിഗേഴ്സ് ആയിട്ട് തന്നെയായിരിക്കണം എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ ഇവിടെ അതിന് യൂണിറ്റ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഗ്രാം സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ള യൂണിറ്റും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഓപ്ഷൻ എ വുഡ് ഹാവ് ബീൻ ദ റൈറ്റ് ആൻസർ. അപ്പൊ യൂണിറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഇത് കറക്റ്റ് അല്ല എന്നും, ഇതിനകത്ത് നോക്ക് 4 എണ്ണം വരുന്നു. അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ മാച്ച് ആവുന്നില്ല. ഇതിനകത്ത് 5 എണ്ണം വരുന്നു. അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ ഇവിടെ മാച്ച് ആകുന്നില്ല. ഇവിടെ 2 എണ്ണം, ടു ഫ്യൂ എന്നുള്ളതാണ് ആ 4ാമത്തെ ഓപ്ഷൻ. അവിടെ നമ്മുടെ ക്രൈറ്റീരിയ മാച്ച് ആകുന്നില്ല എന്നുള്ളതാണ്.
ഇനി കുറച്ച് ജനറൽ റൂൾസ് എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറൽ റൂൾസ് എന്താണ്? എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 1.6880 എന്ന് പറയുമ്പോഴത്തേക്കും അത് 1.688 നോക്കിയാൽ മതി. 4 ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അപ്പൊ നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. അപ്പോ ഒന്ന് നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ലീഡിങ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കാണുന്നത് 0.432 എന്ന് പറഞ്ഞാൽ ഇതിവിടെ ലീഡിങ് സീറോ ആണ്. അപ്പൊ 0. നമ്മളിവിടെ നോക്കി ലീഡിങ് സീറോ, അപ്പൊ ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടില്ല. ഇനി 0.432 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക, അപ്പോഴും ഈ 0 ലീഡിങ് ഫിഗർ ആണ്. അപ്പൊ അതിനെയും സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0.0235 ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്? ഇതിനകത്ത് 3. കാരണം എന്താ? ഈ 0യും ലീഡിംഗ് ആണ്, ഈ 0യും ലീഡിംഗ് ആണ്. അപ്പോ 235 മാത്രമാണ് ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ടുള്ളത്. അതേപോലെ ട്രെയിലിംഗ് സീറോസ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ ട്രെയിലിംഗ് സീറോസ് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് 2. ഇവിടുത്തെ പോയിന്റ് ആണ് 2.500 എന്ന് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കും. ഇതാണ് ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത് നമ്പറിന്റെ എൻഡില്. അപ്പൊ സ്പെസിഫിക്കലി ഓർക്കുക, ഒരു ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ട്രെയിലിംഗ് സീറോസ് അത് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. ഇനി ട്രെയിലിംഗ് സീറോസ് ഇൻ എ ഹോൾ നമ്പർ, ഒരു ഹോൾ നമ്പർ, അതായത് ഈ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ വരുന്ന നമ്പേഴ്സ് അല്ലേ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ഓർ മേ നോട്ട് ബി സിഗ്നിഫിക്കന്റ് അൺലെസ് ക്ലിയർലി ഇൻഡിക്കേറ്റഡ്. അത് ആ ഒരു സിറ്റുവേഷനിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ റീസൺ ഇസ്. അപ്പൊ ഇത് പ്രോബബ്ലി ഇത് തെറ്റായി പോയി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് 1.69 എന്ന് പറയുന്നതിനെ നമുക്കൊരു കംപ്ലീറ്റ് ആൻസർ ആയിട്ട് കണക്കാക്കാനും സാധിക്കില്ല. ആൻഡ് നമ്മൾ ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ നോക്കുവാണെന്നുണ്ടെങ്കിൽ എ ആണ് കറക്റ്റ് ആയിട്ട് ആ പ്രൊവിഷണൽ ആൻസർ കീയിൽ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുകയാണ്, ആർക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും നോട്ടീസ് ചെയ്തോളണം ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഡിലീറ്റ് ആകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ്. കാരണം അത് പിന്നെ കംപ്ലീറ്റ്ലി എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു ചോദ്യം ഡിലീറ്റഡ് ആവുകയാണ്. അപ്പൊ 100 മാർക്കിന്റെ ചോദ്യം 99 മാർക്കിന്റെ ചോദ്യം പേപ്പറായിട്ട് മാറുകയാണ് അല്ലേ അവിടെ. ഇനി നമ്പർ 23 ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം? അപ്പോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദ്യത്തെ ശരിക്ക് മനസ്സിലാക്കണം. മനസ്സിലായോ? ഈ ഒരു ചോദ്യം എന്താണ് ശരിക്കും ചോദിക്കുന്നത്? വിച്ച് ഫിനോമിനൻ ഹാപ്പൻസ് ബിക്കോസ് ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പം എന്ത് പ്രക്രിയ, എന്ത് ഫിനോമിനൻ അവിടെ സംഭവിക്കുന്നു എന്നുള്ളത്. അതിനെ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ച ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ദ ക്വസ്റ്റ്യൻ വാണ്ട്സ് യു ടു ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? ദ റിസൾട്ട് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം കൺസർവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് കോൺസിക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉദ്ദേശിക്കുന്ന അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ഒരു എക്സ്റ്റേണൽ ടേണിംഗ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോ അതിന്റെ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താണ്? ഒരു എക്സ്റ്റേണൽ ടേണിംഗ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സിന് സമാനമായിട്ടായിരിക്കും അതിന്റെ ആ ഒരു ആംഗുലർ മൊമെന്റം അവിടെ വരിക. അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഈ ചോദ്യം എന്താണ് ശരിക്കും ചോദിക്കുന്നത്? എന്താണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആണ് വിച്ച് ഇസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഫാക്ട്?
അതായത് എന്താണ് ഇവിടുത്തെ ഫാക്ട് എന്ന് പറയുന്നത്? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ള ആ ഒരു ഫാക്ട് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഘടകമാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം, അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷനെ നോക്കുക. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റി ആണോ, അതോ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് എ ലിക്വിഡ് ഡ്രോപ്പ് ഇൻ സ്പേസ് അതാണോ, അതോ ദ സർക്കുലർ ഓർബിറ്റ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അതോ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണോ ഇവിടെ വരിക? ചിന്തിച്ചു നോക്ക്, പെട്ടെന്ന് ചിന്തിച്ചു നോക്ക്. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് ഏരിയാസ് ആണ്, അല്ലേ അത്? അപ്പോ പ്ലാനറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽസ്, അതാണ് ആ ഒരു ലോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദിസ് ഹാപ്പൻസ് ബിക്കോസ് ആംഗുലർ മൊമെന്റം ഇവിടെ കൺസേർവ് ചെയ്യപ്പെടുന്നു ആസ് ദ പ്ലാനറ്റ് ഓർബിറ്റ്സ് ദ സൺ. പ്ലാനറ്റ് ആ സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്താ ആംഗുലർ മൊമെന്റം അവിടെ കൺസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ ഇവിടെ കാണുക. മറ്റു ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രിൻസിപ്പിൾസിനെ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റൈറ്റ്. Okay, now let's move on to question number 24. 24, it's a very interesting question. ഇവിടെ നോക്കിക്കോളുക. The velocity of projection required for a body to become a satellite of the earth is. അപ്പോ ആ ഒരു പ്രൊജക്ഷന്റെ വെലോസിറ്റി എന്തായിരിക്കണം ഒരു ബോഡിക്ക് ഭൂമിയുടെ സാറ്റലൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട്? അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് G is acceleration due to gravity എന്ന് പറഞ്ഞിട്ടുണ്ട്. Capital G is universal gravitational constant, and capital M is the mass of the earth, and capital R is the radius of the earth. ഇനി ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് അവിടെ കുറച്ച് ഫോർമുലാസ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? അപ്പോ നമ്മൾ ഈ ഒരു ചോദ്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവിടെ എസ്കേപ്പ് വെലോസിറ്റി ആണോ ഇവിടെ ഈ ചോദിക്കുന്നത്? ചോദ്യം ഒന്നും കൂടെ നമ്മൾ ഒന്ന് നോക്കുക. അപ്പൊ ഈ ഒരു ചോദ്യം വരുന്ന എന്താണ്, അല്ലെങ്കിൽ ചോദിക്കുന്ന എന്താണ്? അവിടെ എന്തായിരിക്കണം അവിടെ ആവശ്യമായ വെലോസിറ്റി ആ ഒരു ബോഡിക്ക് എന്താ പറയേണ്ടത്? ഏർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആയി മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ടിപ്പിക്കലി എന്താ ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? വെലോസിറ്റി നീഡഡ് ഫോർ ദ ഒബ്ജക്ട് ടു എൻറ്റർ ഇൻ ടു എ സ്റ്റേബിൾ സർക്കുലർ ഓർബിറ്റ് അറൌണ്ട് ദ എർത്ത്. അപ്പോ എസ്കേപ്പ് വെലോസിറ്റി അല്ല ഇവിടെ റെഫർ ചെയ്യുന്നത്, അത് ഒന്ന് ഓർത്തോളുക. അപ്പോ ഇവിടെ നമ്മൾ മറ്റൊരു സംഗതി നോക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ് ആ ഒരു വെലോസിറ്റി ദാറ്റ് കീപ്സ് ദ ബോഡി ഇൻ സർക്കുലർ ഓർബിറ്റ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? By equating the centripetal force with gravitational force. Centripetal force-നെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്? വാട്ട് വിൽ ബി ദ ഫോർമുല ദാറ്റ് ലുക്സ് ലൈക്ക്? അപ്പം ഈ ഒരു എന്താ പറയേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിന് വേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത്? You see this, mv square, okay, mv square by r is equal to capital G, capital M, small m by r. അപ്പോ എന്താണ് ശരിക്കും നമ്മൾ ഇവിടെ ഈ കാണുന്ന സംഗതികൾ എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദിസ് സ്മോൾ എം? സ്മോൾ എം ഇസ് ദ മാസ് ഓഫ് ദി ഓർബിറ്റിംഗ് ബോഡി, അല്ലെ? അപ്പൊ അത് ആ ഒരു ഓബ്ജക്റ്റിന്റെ മാസ് ആണ് ഈ ഒരു എം ആയിട്ട് നമ്മൾ ഇവിടെ ഈ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വി എന്താണ്? ക്യാപിറ്റൽ വി ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് വി ഇസ് ദി എന്താ പറയണ്ട ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു സർക്കുലർ മോഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പീഡാണ് ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക, അല്ലെ? ആൻഡ് ക്യാപിറ്റൽ ജി ആ ഒരു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അല്ലെ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ഇവിടെ ഈ കാണുന്നത്. ആൻഡ് എം ഇസ് ദ മാസ് ഓഫ് ദി എർത്ത്. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ പറയേണ്ടത്? ആ ഒരു
സെൻട്രിപെറ്റൽ ഫോഴ്സിനെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ഇനി ഫോർമുലയിൽ നോക്കുക. റിമെമ്പർ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ജി ഇസ് ഈക്വൽ ടു gm ബൈ ആർ എന്നാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോ അങ്ങനെ നമുക്ക് ആറിനെ രണ്ട് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ നമുക്ക് കിട്ടുക? ജി ആർ ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ നമുക്ക് കിട്ടും അല്ലെ? ജി എം ബൈ ആർ നമുക്കിവിടെ കിട്ടുന്ന വെൻ യു മൾട്ടിപ്ലൈ ജി വിത്ത് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ട് ഇസ് ദ റിസൾട്ട്? ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക? അതിന് കിട്ടുന്ന റിസൾട്ട് ആണ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ആർ. അതല്ലേ ഓപ്ഷൻ എയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക്. സോ ദിസ് ഇസ് ഹൗ യു ഗെറ്റ് എന്താ പറയേണ്ടത്, ദ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഇവിടെ. അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ 17 to 24 ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 25 മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Thank you very much for watching this lesson, and you have an excellent day ahead. See you in the next class. Thank you.